എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് സാരി എടുക്കാം എന്നുള്ളതാണ്. ഞാൻ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ചില ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സാരിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവരൊട്ടും കംഫർട്ട് ആവില്ല ആ ഒരു ഡ്രസ്സിൽ. അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടായിരിക്കും നടക്കുക, കാരണം അവർ ആദ്യമായിട്ട് സാരി എടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു കംഫർട്ട്നെസ് തോന്നില്ല ആ ഒരു ഡ്രസ്സിൽ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും സാരി എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുന്താണി ഒന്ന് റെഡിയാക്കി വയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഫ്ലീറ്റ്സ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര തിക്നെസ് ആണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ മുന്താണി റെഡിയാക്കിയിട്ട് വയ്ക്കാൻ. എന്നിട്ട് ഇങ്ങനെ ഫ്ലീറ്റ്സ് എടുത്തതിന് ശേഷം നമ്മൾ പിൻ ചെയ്ത് വെക്കണം. അപ്പോൾ അതിങ്ങനെ വൃത്തിയായിട്ട് അത് അനങ്ങാതെ അങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ സാരി ഉടുക്കുമ്പോഴും നമുക്ക് ഈസിയാണ് അത് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ ഭാഗം വരുന്നില്ല, ആ ഒരു ഭാഗം വരെ നമ്മൾ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുള്ള സാരിയാണ്. അപ്പോൾ ഞാനിപ്പോൾ അടിപ്പാവാട ഇട്ടിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്കാണ് കേട്ടോ ഞാൻ അടിപ്പാവാട കെട്ടിട്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതാക്കുമ്പോൾ അവിടെ പിന്നെ നമ്മൾ ചുറ്റിങ്ങനെ വെക്കുമ്പോഴൊക്കെ കുറച്ചിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇപ്പോൾ അടിപ്പാവാട കെട്ടി വെച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ബെല്ലി ബട്ടൻ്റെ നേരെ താഴെയാണ് ഞാൻ അടിപ്പാവാട ചുറ്റിയിട്ടുള്ളത്. അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് തിരുകി കൊടുത്തതിന് ശേഷം ഒരു റൗണ്ടും കൂടി ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. എന്നിട്ട് നമ്മൾ മുന്താണി ഭാഗം ഇതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതുവരെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡി ആക്കുമ്പോൾ മാത്രം പിന്ന് ഊരിയാൽ മതി. ഇനി ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് പിന്ന് കുത്തുന്നില്ല, അതിന് പകരം ആ ഒരു പോർഷൻ നമ്മൾ ഉള്ളിലേക്ക് തിരികെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടാണ് നമ്മൾ ഫ്രണ്ട് സൈഡിലത്തെ ഫ്ലീറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ അതും അത്യാവശ്യം നല്ല സ്പീഡിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് ശരിയാക്കി കഴിഞ്ഞാൽ അതങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ കിടക്കും, എങ്ങോട്ടും അനങ്ങില്ല. അപ്പോൾ ഞാൻ പിന്നൊന്നും ഇപ്പോൾ കുത്തുന്നില്ല. പിന്ന് കുത്തുന്നതിന് പകരം അതിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് തിരികെ കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഫ്ലീറ്റ്സ് എടുത്തിട്ടില്ലേ, അപ്പോൾ ആ ഫ്ലീറ്റ്സ് ഒരുമിച്ച് വെച്ചതിന് ശേഷം ഒരു പിന്ന് ജസ്റ്റ് അവിടെ ആ കൈ കൊണ്ടൊന്നിങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു മോൾ ഭാഗത്ത് മാത്രം ഒരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് എത്ര ഹൈറ്റാണോ വേണ്ട അതിനനുസരിച്ച് നമ്മൾ ഉള്ളിലേക്ക് തിരികെ കൊടുക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഹീൽസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന് സാരി ഉടുക്കുമ്പോൾ തന്നെ ഹീൽസ് ഇട്ടിട്ട് വേണം കേട്ടോ ഈ സാരി ഉടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഡിഫറൻസസ് ഫീൽ ചെയ്യും. കാരണം നമ്മൾ താഴെ നിൽക്കുമ്പോഴും ഹീൽസ് ഇട്ട് നിൽക്കുമ്പോഴും നല്ല ഡിഫറൻസാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബ്ലൗസാണ് ഇത്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ ഈ ഒരു സാരി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഉണ്ടെങ്കിൽ കൊടുക്കാം താഴെ. അപ്പോൾ ഇതാ നമ്മൾ അവിടേക്കൊന്ന് വലിച്ചിങ്ങനെ ശരിയാക്കി ഇതാണ്ടോ നമ്മൾ പിന്നൊന്നും അവിടെ കുത്തുന്നില്ല. ഉൾഭാഗത്തുള്ള ആ ഒരു നമ്മൾ തിരികെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിനെ ഇങ്ങനെ വലിച്ചിട്ട് ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങോട്ട് തിരികെ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും, നമുക്ക് പിന്നിനൊന്നും ആവശ്യമില്ല. കണ്ടില്ലേ, നല്ല വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ഈ ഒരു സൈഡ്. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് സൈഡൊക്കെ ഒന്ന് ശരിയാക്കാം. ഫ്ലീറ്റ്സ് എടുത്തതൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഒരേ ലെവലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ അനങ്ങാതെ നമ്മൾ എന്ത് ചെയ്താലും എത്ര ചാടി കളിച്ചാലും അത് അനങ്ങില്ല. നമുക്ക് പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇനി അടിഭാഗത്തത് കൂടി ഒന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് കൈ ആക്കിയിട്ട് ഒന്നിങ്ങനെ താഴത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നല്ല ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെ സാരി ഉടുക്കൽ ഇതാ ഏകദേശം തീരാറായി. ഇനി നമുക്ക് ഇപ്പം ഞാനിങ്ങനെ ഒരു ചെറിയൊരു കട്ടിങ് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കേട്ടോ. ചിലർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ എനിക്കിഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതാ ഇങ്ങനെ ഒരു കട്ടിങ് പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ചിലർ പറയും കുറച്ച് വൈഡായ പോലെ ഉണ്ടാവും നമ്മുടെ നെക്ക്. പക്ഷേ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അപ്പോൾ കുറച്ച് നല്ല വൃത്തിയായിട്ട് നിൽക്കും. നമ്മളിപ്പോൾ ഒരു നല്ല ഹെവി ആയിട്ടുള്ള മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാരി ഉടുക്കൽ. ഈസി ആയിട്ട് കഴിഞ്ഞില്ലേ, നല്ല പെർഫെക്റ്റാണ്. ഇനി അത് നമ്മൾ ചാടിക്കളിച്ചാലോ ഡാൻസ് കളിച്ചാലോ ഒന്നും എങ്ങോട്ടും അനങ്ങില്ല. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് തന്നെ എങ്ങോട്ട് വേണമെങ്കിലും ഉടുത്തു പോവാം. അപ്പോൾ ഇനി അവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും.
ഞാൻ നല്ല കംഫർട്ടായിരുന്നു കേട്ടോ ഈ ഒരു സാരിയിൽ. ഞാൻ ജസ്റ്റ് ബാക്ക് സൈഡ് ഒന്ന് കാണിച്ചു തരാം. ബാക്ക് സൈഡ് നമ്മൾ ആ ഞൊറി ഒന്ന് ഇങ്ങനെ റെഡിയാക്കി കൊടുത്താലല്ലേ അത്ര നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ? അപ്പോൾ സിമ്പിളായിട്ടുള്ള സാരി ഉടുക്കലാണ്, നല്ല നാടൻ ലുക്കിൽ. സാരി ഇപ്പോൾ പല രീതിയിൽ ഉടുക്കുന്നുണ്ടല്ലോ ഓരോരുത്തർ. അപ്പോൾ ഇനി ജസ്റ്റ് ഞാൻ ബാക്ക് സൈഡിലേക്ക് ആക്കിയിട്ടും കൂടി ഒരു പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു മുന്താണി എങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് സൈഡിൽ കാണണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഫ്ലീറ്റ്സിൻ്റെ അടിയിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ സേഫായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ അതത്രയേ ഉള്ളൂ കേട്ടോ സാരി ഉടുക്കൽ. അപ്പോൾ ഇപ്പം ഞാൻ എന്താ ജസ്റ്റ് അതിനുള്ള ഓർണമെൻറ്റ്സ് എല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ട്. മേക്കപ്പും എല്ലാം ചെയ്ത് റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സാരി ട്യൂട്ടോറിയൽ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ രീതിയിലൊന്ന് സാരി ഉടുത്ത് നോക്കുക. നിങ്ങൾ ഫുൾ കംഫർട്ടബിൾ ആയിരിക്കും, ഒരു പ്രശ്നവുമില്ല, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും ചെയ്യും. കണ്ടില്ല അതിൻ്റെ ഫ്ലീറ്റ്സൊക്കെ ഫ്രണ്ട് സൈഡിൽ കണ്ടില്ലേ, നല്ല അയേൺ ചെയ്ത പോലെ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.